മൈ ഗൈസ് അമ്പുമുണ്ടല്ലേ എവിടേക്കാ പോണേ അപ്പോൾ ഗൈസ് ഞങ്ങളൊന്ന് അങ്ങാടി പോവാട്ടോ. എവിടേക്കാ പോണേ? അതെ ഗൈസ് അങ്ങാടി പോവാണ് കേട്ടോ. നമുക്കൊന്ന് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോണത്. വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല, വണ്ടിയൊക്കെ കിട്ടുമോ നോക്കാം. കുറച്ച് നേരം ഇങ്ങനെ നടക്കണം കേട്ടോ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നാണ്. ഇത് കുക്കുമണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹായ് കൊടുക്ക്. ഇതാ കല്ലപ്പത്തി ഉണ്ട്. എവിടേക്കാ പോണേ ഞാൻ പറ. അവൾക്ക് ഭയങ്കര കുറച്ചിൽ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വിശേഷങ്ങൾ കാണാം. ഓക്കെ, എന്താ പറയുള്ളൂ? എന്തെങ്കിലും പറയണ്ടോ ഗൈസോള്? ഇൻട്രവേറ്ററാണ് അവള്. അവളങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അപ്പോൾ ഇതാ ഞങ്ങളെങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. അമ്പുവാ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എന്താ വാങ്ങാനുള്ളത്? അവൾക്ക് ഭയങ്കര നാണം ഗൈസ്. കണ്ടോ? എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൊറിയറും കൂടി ഉണ്ട്. ഒരാൾ ഗിഫ്റ്റ് അയച്ചതാണ് ഗൈസ്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതും കൂടി കളക്ട് ചെയ്യണം, അതും കൂടി ഇതിൽ നടത്തണം. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അതാ നമ്മളെ കൊറിയർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. തിരക്കായതുകൊണ്ട് പറ്റിയില്ല കേട്ടോ വീഡിയോ. അങ്ങനെ ഗായ്സ് ഷവർമ റോളിൻ്റെ ഇതൊക്കെ തിന്നോച്ച് ഉറപ്പാ? നെയ്മും പറഞ്ഞിട്ട് ക്ഷീണിച്ചു. അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ ക്ഷീണിച്ചു ഞങ്ങൾ. മെല്ലെ പതുക്കെ കഴിക്കുന്ന കഴിച്ചോടു. എങ്ങനെയുണ്ട്? സൂപ്പറാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ദൂരത്തു നിന്നും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ഒരു വകയാണിത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ അവരുടെ കസിൻ തന്നെയാണ് നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ പേജിലെ ആൾക്കാരാട്ടോ അത് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. സോ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ചോക്ലേറ്റ് കാണുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ ബോക്സിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പാക്കിങ് നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ ചോക്ലേറ്റ് കുറച്ച് മെൽറ്റായിട്ടുണ്ടായിരുന്നേ. അതപ്പം തന്നെ വേഗം ഓൺ ദ സ്പോട്ടിൽ ഫ്രിഡ്ജിൽ തന്നെ ഞങ്ങൾ കയറ്റിയിട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസും റീൽസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അവരോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വലിയൊരു താങ്ക്സ് ഉണ്ട്, ഒരുപാട് സ്നേഹം, സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മളെ മദേഴ്സ് ഡേയും കൂടി ആയിരുന്നു. അപ്പം ഞങ്ങളതിന് ചെറിയൊരു കേക്ക് എൻ്റെ താത്താൻ്റെ കുട്ടി ഓൾക്ക് വാങ്ങണം നിർബന്ധം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മൾ കട്ട് ചെയ്തു. എല്ലാവരും കേക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഹാപ്പി മദേഴ്സ് ഡേ. ഞാൻ ഇന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇന്നലെ കഴിഞ്ഞതാണ്. എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.